ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധനങ്ങളൊന്നും വീട്ടിലില്ല, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയി വരാം. ഓക്കെ. അപ്പോൾ ചാങ്ങനകുളത്തേക്കായിട്ടാണ് വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈലൈറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല. അപ്പോൾ പിന്നെ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ നോക്കി. അപ്പോൾ അരി മാത്രമല്ല, വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ നോക്കിയതായിരുന്നു. പിന്നെ രാവിലെ നേരത്തെ കാരണം തോന്നുന്നു അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഞങ്ങൾ വരുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരാറും, അല്ലെങ്കിൽ ഉച്ച ടൈമിലൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഈ ഒരു സമയമായ കാരണം തോന്നുന്നു അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, സബോള, അങ്ങനത്തെ സാധനങ്ങൾ, ബീൻസ് അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ബീൻസിന് നല്ല വിലയായ കാരണം തോന്നുന്നു ബീൻസ് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ പോരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദിക്ക് കടലമിഠായി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അതൊക്കെ ബില്ലാക്കി. പിന്നെ ചായക്ക് കഴിക്കാൻ വേണ്ടി കൊക്കുവാടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. അധികം ദൂരമൊന്നുമില്ല. ചങ്ങനാകുളത്തേക്ക് എത്തണ്ട, മാന്തളത്ത് നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതാ അമ്മ വേഗം അരി കഴുകുന്നുണ്ട്, അരി ഇടാൻ നോക്കുന്നുണ്ട്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്രീഷ്മ അതാ അവിടെ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ചിക്കൻ പിന്നെ അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ പണിക്ക് കടന്നു കേട്ടോ. ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസ് സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല ഇവിടെ. നമ്മളെപ്പോഴും ബിരിയാണി ആട്ടോ കൂടുതലും വയ്ക്കാറും. ഫ്രൈഡ് റൈസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഞങ്ങൾ കുറേ മുന്നേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ആകെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങളങ്ങനെ ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കും എന്നല്ലാണ്ട്, അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നല്ലാണ്ട് നമ്മൾ ഇങ്ങനെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. വല്യമ്മയൊക്കെയാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നല്ല എക്സ്പേർട്ടാട്ടോ. ആളുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വല്യമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം പിന്നെ ഇതാ ചിക്കനിൽ ഇതാ പൊടികളൊക്കെ തിരുമ്പി വെച്ചിട്ട് ഇതാ പൊടികൾ മീൻസ് കുരുമുളക് പൊടി ഉപ്പും മാത്രം തിരുമ്പി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കുക. കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പത്തിന് വെള്ളം തിളച്ചിട്ട് അമ്മ അതാ കഴുകി വെച്ച അരിയൊക്കെ ഇടുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പിന്നെ എൻ്റെ കഷ്ണം നുറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ അവിടെ ഇരിക്കുന്ന ചക്ക എടുത്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ഞാനും കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗ്രീഷ്മത അവിടെ ചിക്കൻ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. നല്ല വെയിലാണ്, നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ്. സമയം 12:30 തോന്നുന്നു. വാങ്ങി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് ആവണേ ഉള്ളൂ. നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ വറക്കണത് എന്തിനാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറി മീൻസ് ഒരു ഗ്രേവി ടൈപ്പ്, അങ്ങനെ സോസൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈഡ് റൈസിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. റോസ്റ്റ് ഫോമിലുള്ള ഒരു കറി. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചിക്കൻ വറുത്തിരുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ച് ചിക്കനൊക്കെ ഞാൻ അങ്ങനെ പിച്ചി പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട എടുത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ട് അവിടെ അങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ ഇവിടെ അമ്മ ചിക്കനൊന്നും കഴിക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് മുട്ട ഇട്ടിട്ട് വേറെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ നോണിനോടൊന്നും വലിയ താല്പര്യമില്ല. കഴിക്കും, എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മീൻ അങ്ങനത്തെ കഴിക്കുള്ളൂ, ചിക്കനൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കും അതുപോലെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് അതിലെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നമുക്ക് നല്ല എളുപ്പമാണല്ലോ. കാരണം ഒരുപാട് നേരം ഒന്നും ഇട്ടിട്ട് വേവിക്കേണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്ക് കൂട്ടാമല്ലോ. അപ്പോൾ അത്ര എളുപ്പമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുണ്ടാവും, എല്ലാവരും ഉണ്ടാക്കണതാണല്ലോ ഫ്രൈഡ് റൈസ് നോർമലി. പിന്നെ ഇതാ നമ്മുടെ വെളുത്തുള്ളി ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഇതായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ഈ ഒരു പാനിൽ തന്നെ കേട്ടോ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും അതിൽ ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ ക്യാപ്സിക്കും സബോളയും അതേപോലെ തന്നെ ക്യാരറ്റും
ബീൻസും എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് എല്ലാം ചേർത്തിട്ട് ഉപ്പിട്ടിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഒരു 7 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ അപ്പുറത്ത് ഇതാ ഗ്രീഷ്മയും തകൃതിയായിട്ട് അവളുടെ കറി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഗ്രീഷ്മയുടെ കറിയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവൾ അവിടെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. സോസൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സംഭവം ഇതാ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആവണ്ടു കേട്ടോ. അത് അധികം ഓവറായിട്ട് ഇങ്ങനെ വേവരുത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ആയി വന്നപ്പോൾ ഞാനിത് അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഓൾറെഡി റോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ്, അതേപോലെ തന്നെ നമ്മുടെ സോയാ സോസും. അപ്പോൾ സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഗ്രീഷ്മയുടെ കറി അവിടെ അങ്ങനെ റെഡി ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഫൈനലി മുട്ടയും ചേർത്തിട്ട് ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ട് അമ്മയ്ക്കുള്ളത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അമ്മയ്ക്കുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെയാണ് ഞാൻ ചിക്കൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസമായ കാരണമാണ് ഇങ്ങനെ ഈ ഒരു ഫ്രൈഡ് റൈസിനൊന്ന് ട്രൈ ചെയ്തത്. ഈ പറഞ്ഞ മാതിരി കുറേ ആയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടാണല്ലോ പഠിക്കുക. അപ്പോൾ ഇത് എന്താ പറയുക, ഫെയിൽ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാതെ നമ്മൾ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പഠിക്കണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതാ ഫൈനലി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞ മാതിരി പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഉണ്ടാക്കണത് തന്നെയായിരിക്കും ഈ ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ കഥയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ടേസ്റ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അരി ജസ്റ്റ് ഒന്ന് കൂടി, വേവ് ഒന്ന് ജസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഗ്രീഷ്മയുടെ കറി അടിപൊളിയായിരുന്നു കേട്ടോ. പറയാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.